കുഞ്ഞുട്ട ഹലോ ഗൈസ്, ഞങ്ങള് അങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. കുഞ്ഞൂട്ടൻ നോക്കുന്നുണ്ട്. കുഞ്ഞൂട്ടനായതിനു ശേഷം ഇത് രണ്ടാമത്തെ വ്ളോഗാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഞങ്ങള് ബേക്കൽ കോട്ടയിൽ പോയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങള് ഇപ്പോൾ ഉള്ളത് രാമന്തളിയാണ്, പയ്യന്നൂര്. ഞങ്ങള് എട്ടിക്കുളം ബീച്ചിൽ പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ അനീറ്റ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടുത്തെ ബീച്ചിൽ പോകുന്നത്. ഞങ്ങള് ആക്ച്വലി അവള് വയനാട്ടിൽ തന്നെയായിരുന്നു, പുറത്തെവിടെയും പോയിട്ടില്ല. വയനാട്ടിൽ ബീച്ചില്ലാത്തോണ്ട് ഇതുവരെ അവള് ബീച്ച് കണ്ടിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം അവള് ബീച്ച് കാണാനും കൂടെ പോവാണ്. അപ്പോൾ ഞങ്ങള് ആദ്യം വിചാരിച്ചു ചൂട്ടാട് ബീച്ചിൽ പോവാന്ന്. അത് കുറച്ച് ദൂരമുണ്ട്, പിന്നെ മഴ പെയ്യോന്നുള്ളത് സംശയമാണ്. ഇന്നത്തെ പക്ഷെ നല്ല കാലാവസ്ഥയാണ്. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഉച്ചക്ക് കുറച്ച് നേരം ഒന്ന് മഴ പെയ്തു. ഇപ്പം കുറച്ച് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ളത് എട്ടിക്കുളം ബീച്ചാണ്. എന്തായാലും എട്ടിക്കുളം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പോകുന്ന വഴി നമുക്ക് വിശേഷമൊക്കെ കാണാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വാങ്ങാനുണ്ട്. ഇന്ന് ചിക്കൻ കറിയാണ്. അല്ല, ഇന്ന് നമുക്ക് ചിക്കനും ചപ്പാത്തിയാണ് രാത്രി. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം കേട്ടോ. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ചിക്കൻ കട പൂട്ടിയിട്ട് പോവും. അപ്പം അവലിതാ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. കുഞ്ഞുട്ട പിന്നെ കുഞ്ഞൂട്ടൻ കുറച്ചൊരു വലുതായിട്ട്, ഇപ്പൊ കുഞ്ഞൂട്ടന് 8 മാസമായിട്ടോ. അപ്പോൾ കുറച്ചൊരു വലുതായിട്ട് കുഞ്ഞൂട്ടൻ ആദ്യമായിട്ടാണ് ബീച്ച് കാണാൻ പോകുന്നത്. കുഞ്ഞൂട്ടൻ അല്ലാണ്ട് ബീച്ച് കണ്ടിട്ടുള്ളത് ഒരു 2 മാസം 3 മാസം ആ പ്രായത്തിലാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ കുഞ്ഞൂട്ടന് ഇന്നാണ് ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. കുഞ്ഞൂട്ടന ഇന്നാണ് സാഹചര്യമല്ല, ഞങ്ങൾക്ക് ലീവൊന്നും ഇല്ലായിരുന്നു. ലീവ് കിട്ടിയത് ഇന്നാണ്. അപ്പം എന്തായാലും പോവാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്ത, ഒന്നാമത് വീഡിയോസ് എടുത്തായിരുന്നു, ഷോർട്സ് അല്ല എടുത്തത്. ലോങ് വീഡിയോസിന് വ്യൂസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഷോർട്സിന് കുറച്ച് വ്യൂസ് കിട്ടുമെന്ന് വെച്ചിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ട് നോക്കി. പക്ഷെ ഷോർട്സും ഭയങ്കര ശോകമായിരുന്നു. ഒരു 10-20 വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ മടുത്തു. പിന്നെ ലോങ് വീഡിയോസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പേർക്കൊക്കെ ഞങ്ങളെ ലോങ് വീഡിയോസ് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയാവുന്നവരെ മാത്രം, അവർക്കൊക്കെ ഞങ്ങൾ ലോങ് വീഡിയോസ് ഇടുന്നത് ഇഷ്ടമാണ്. 1-2 പേരൊക്കെ ചോദിച്ചായിരുന്നു എന്താ ലോങ് വീഡിയോസ് ഇടാത്ത. പിന്നെ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം എന്നാലും ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങളിങ്ങനെ ബീച്ചിലെത്തി. ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. ഹലോ, ഇതാ കുഞ്ഞുട്ട നല്ല ഉറക്കാന്ന് കേട്ടോ. ഓന് ഇന്നത്തെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. രാവിലെ ഉറങ്ങിയില്ല, ഉച്ചക്ക് ഉറങ്ങിയില്ല. അപ്പോ ഇതാ ഇപ്പൊ ഉറങ്ങുന്നേ. പിന്നെ ഞങ്ങള് ബീച്ചിലെത്തി. ഇത് ഫസ്റ്റ് ആയിട്ട് ബീച്ച് കാണുന്ന ആളുടെ എക്സ്പ്രഷൻ ഞങ്ങൾ എടുക്കാട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ എട്ടിക്കുളം ബീച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച ആരും ഉണ്ടാവില്ല എന്ന്. കാരണം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് കുറച്ച് മഴയൊക്കെ ആയിരുന്നു.
പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അനീറ്റ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പോയില്ല, നിങ്ങൾ ആരെങ്കിലും കൂടെ വരണം, എനിക്ക് പേടിയാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവളെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് മുഖത്ത് കാണാം. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കടൽ കണ്ടപ്പോഴത്തേനും, പിന്നെ അത് കളിച്ചു, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അവൾ ഈ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ കടലൊക്കെ. പിന്നെ അവളെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചിട്ട് ഇഷ്ടംപോലെ പാറയുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേനും അങ്ങ് അവിടുത്തെ പാറയിലേ ഇരുന്നേ. കാണുന്നുണ്ടോ പാറ? ഓ, അവിടെ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെ കേട്ടോ. നമ്മൾ അവിടെ ഇരിക്കുമ്പോഴത്തേനും തിര വന്ന് അടിച്ചിട്ട് നമ്മളെ മേത്ത് വെള്ളമൊക്കെ ആയി. ധൈര്യമായിട്ട് പോ, ഞാൻ വരൂല. എന്താന്നറിയില്ല, തെരയില് ചവിട്ടാൻ എനിക്ക് എന്തോ. അങ്ങോട്ട് വരാം. ഈ പൂഴിയിൽ കാല് വെക്കുമ്പോഴത്തേനും പല്ലിനെന്തോ ഇങ്ങനെ കിരകിരാ. ചെല്ലി ഹലോ, അപ്പൊ ഞാൻ കുഞ്ഞൂട്ടനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ടേക്ക് പോവാണ്. കണ്ടില്ലേ? പിന്നെ മഴയായോണ്ട് കുറച്ച് തിരക്കേറിയിട്ടുണ്ട് കേട്ടോ, സാധാരണത്തേനേക്കാളും. നമ്മളപ്പോ സൂക്ഷിച്ച് നിക്കണം. പിന്നെ എനിക്ക് ഭയങ്കര വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാ. എനിക്ക് എങ്ങനെയുണ്ടടി? സൂപ്പർ. എന്നാലും എന്തേലും ഒരു 2 വാക്ക്. അടിപൊളി. നീ ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ടാ കാണുന്നത്. നീ ഇങ്ങനെ ഇന്റർവ്യൂല് ചോദിക്കുന്നത് എന്റെ ഉത്തരം പറയുന്ന പോലെ പറയല്ലേ. അവള് നല്ല എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിൽ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അവള്. കുഞ്ഞൂട്ടൻ ഞാൻ കൊടുത്തപ്പോഴത്തേനും എണീറ്റു. ഞാൻ നോക്കാം കേട്ടോ കുഞ്ഞൂട്ടൻ എണീറ്റു എന്താ അവസ്ഥ എന്നുള്ളത്. അവന്റെ കാലൊന്ന് ജസ്റ്റ് തിരയിലൊന്ന് മുക്കാന്ന് വിചാരിച്ചിരുന്നു. നോക്കാം അവസ്ഥ എന്താ നോക്കിയിട്ട്. ഹലോ, എന്താണ് കുഞ്ഞേട്ടനാ? ഈ ചേട്ടനെ നോക്കാം കേട്ടോ. ഈ ചേട്ടൻ എപ്പോഴും ഉള്ളതാണ്. കടലൊക്കെ വെക്കുന്ന പാവാണ് കേട്ടോ. ആരെങ്കിലും വരുവാണെങ്കിൽ എന്തായാലും വാങ്ങണേ. പാവാണ് കേട്ടോ. വേണ്ടടാ, വേണ്ട എന്നാ. ആയിട്ടില്ല, നമ്മളിനി ഫുഡ് കൂടെ കഴിക്കാൻ പോകുന്നുണ്ടല്ലേ ഗൈസ്. അപ്പം നമ്മള് കുഞ്ഞൂട്ടനെ കാല് മുക്കിട്ടോ. പക്ഷെ കുഞ്ഞൂട്ടന് ഭയങ്കര പേടിയായി. തിര വരുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. സാധാരണ ഇവൻ ബാത്റൂമിലൊക്കെ പോയാൽ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. തിര കണ്ടിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് കരഞ്ഞു കാല് മുക്കിയപ്പോഴത്തേനും. എന്നിട്ട് തിര തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഇത്രയും നേരം. അല്ല പൊന്നു, പേച്ചു പോയി. ചിച്ചാട്ടെ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നുണ്ടോ? ഞങ്ങളിപ്പോ കുറച്ച് സംസാരിക്കൊക്കെ ചെയ്യും. പപ്പ എന്നൊക്കെ പറയും അല്ല പൊന്നു. പിന്നെ 6 പല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 4 പല്ല് വന്നു. ഇവന് പല്ല് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അതിലിടക്കൊന്ന് അമലിൻ്റെ ബ്രേസ്ലെറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാണോ, ഒന്ന് വെള്ളിക്കടയിൽ കയറണം, അത് റെഡിയാക്കണം. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ പോകുന്ന വഴി കാണാട്ടോ. ബൈ.
അപ്പം ഞങ്ങളിത് ആ വെള്ളിക്കടയിൽ പെട്ടെന്ന് തന്നെ കയറി നമ്മുടെ പയ്യന്നൂരുള്ള ജുജുവിലാണ് കേട്ടോ വന്നത്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പം ഇവിടെ അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് 1-2 നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ഗ്രിൽ ടാക്സിലാണ് വന്നത് കണ്ടോത്തുള്ള. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാ ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ഇവിടെ ഗ്രിൽ ടോക്സിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇവിടെ അൽഫാം ഇന്നലെ കഴിച്ചു, അടിപൊളി അൽഫാമാണ്. അതിൻ്റെ മേലെ അവരൊരു സോസ് പോലത്തെ സാധനം ഇടും, അതാണ് ടേസ്റ്റ്. അതെന്താ അൽഫാമായിരുന്നു? അത് സ്മോക്കി അൽഫാം, അടിപൊളിയാണ്. ഇത് നമ്മുടെ പയ്യന്നൂര് കണ്ടോത്ത ഈ സ്ഥലത്തിന് കണ്ടോത്തുള്ള റെസ്റ്റോറൻ്റ് ആണ് ഗ്രിൽ ടോക്സ് കേട്ടോ. നല്ല രസമുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ട്. ആദ്യം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു 8:30 ഉണ്ടായി ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും. പിന്നെ വിചാരിച്ച് എന്തിനാ ലേറ്റ് ആക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പം ഞങ്ങൾ കുഴിമന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അനിയത്തി ഇതുവരെ കുഴിമന്തിയും കഴിച്ചിട്ടില്ല, അപ്പോൾ അവൾ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ഓർഡർ ചെയ്തു. നല്ല കുഴിമന്തിയാണ് കേട്ടോ. ഹലോ ഗൈസ്, കുഞ്ഞുട്ടനെ ഞങ്ങളൊരു സ്പൂണ് കൊടുത്ത് അവിടെ ഇരുത്തി. ഇല്ലെങ്കിൽ ഭയങ്കര അലമ്പം നോക്കുക, എന്നാലും ഓന് കളിക്കാൻ എന്തെങ്കിലും ഒരു സാധനം എന്തൊരു ഹാപ്പി ഗൈസ്. അപ്പം നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ കുഞ്ഞുട്ടൻ വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇപ്പോൾ കുഞ്ഞുട്ടൻ വലുതാകുന്നതിന് അങ്ങനെ വലിയ കച്ചറയൊന്നും ആക്കാറില്ല. ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിക്കാൻ വരുവാണെങ്കിലും അവനൊരു ബേബി ചെയർ അവിടെ കൊടുത്താൽ അതിനകത്ത് കയറി ഇരിക്കും. പിന്നെ സ്പൂൺ എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് കളിക്കും, അത്രയൊക്കെ ചെയ്യും. വേറെ കച്ചറയൊന്നും ആക്കാറില്ല. നല്ല മോനാണല്ലേ, നല്ല മോനാണ്. അപ്പോൾ ഞങ്ങൾ ഇനി റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും റെഗുലറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.